ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമ്മക്കായ അഥവാ കടുക്ക റെസിപ്പി ആയിട്ടാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്രഷ് ചെയ്തെടുക്കണം. അതിനായിട്ട് മിക്സഡ് ചെറിയ ജാറിലോട്ട് 3 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 6 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക്, 4 വറ്റൽമുളക്, ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 50 കല്ലുമ്മക്കായ നന്നായിട്ട് പുഴുങ്ങിയതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു കടായിലോട്ട് 2.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നമ്മുടെ ഐറ്റംസ് എല്ലാം കണ്ട ചെറുതായി ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ കിട്ടണം. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം. ഈ ഒരു സെയിം കടായിലോട്ട് തന്നെ 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു വലിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ഇത് നല്ലപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും വഴറ്റാം. ഇനി ഇതിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് കല്ലുമ്മക്കായ പുഴുങ്ങിയെടുക്കുമ്പോൾ കിട്ടുന്ന വെള്ളമാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കല്ലുമ്മക്കായ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലൊക്കെ മസാല നല്ലപോലെ പിടിക്കും. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ സമയം ഞാൻ ഇതിലോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കറി കണ്ടോ, നന്നായിട്ട് തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്തും മല്ലിയില അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വാങ്ങി വെക്കാവുന്നതാണ്. ഇതാ നമ്മുടെ രുചികരമായിട്ടുള്ള കല്ലുമ്മക്കായ അഥവാ കടുക്ക റോസ്റ്റ് റെഡി. നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള കടുക്ക റോസ്റ്റ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.